ഹായ് മക്കളെ, ക്ലാസ് 11-ൽ സയൻസ് എടുത്ത് പഠിക്കാൻ തീരുമാനിച്ച വിദ്യാർത്ഥികളോടാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ ക്ലാസ് 11-ലെയും 12-ലെയും സയൻസ് പഠനം അടിപൊളിയാക്കാൻ, എസ്പെഷ്യലി ഫിസിക്സ് പഠനം അടിപൊളിയാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. മക്കളെ, ക്ലാസ് 11-ൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 9-ൽ നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ കണ്ടിന്യൂവേഷനാണ്. ക്ലാസ് 9-ൽ നിങ്ങൾ പഠിച്ച അതേ ചാപ്റ്ററിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് വേർഷനാണ് ക്ലാസ് 11-ലുള്ളത്. ക്ലാസ് 12-ൽ നിങ്ങൾ ക്ലാസ് 10-ൽ പഠിച്ച കാര്യങ്ങളാണ്. ഇതാണ് ബേസിക് ഐഡിയ. പക്ഷേ കാര്യങ്ങൾ വ്യക്തമായി പഠിക്കണം, ഓരോ കോൺസെപ്റ്റും കൃത്യമായി മനസ്സിലാക്കണം. ക്ലാസ് 11-ലേക്ക് വരുമ്പോൾ നിങ്ങൾ ഓരോ ചാപ്റ്ററിൻ്റെയും കോൺസെപ്റ്റുകളും ആ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും ചെയ്യാൻ പഠിക്കണം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ ഡെറിവേഷൻസ് പഠിക്കാനുണ്ട്, ന്യൂമറിക്കൽസും പഠിക്കാനുണ്ട്. ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി പഠിച്ചാലാണ് നമുക്ക് ബോർഡ് എക്സാമിന് മികച്ച മാർക്ക് നേടാൻ സാധിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഓരോ കോൺസെപ്റ്റുകളും വ്യക്തമായി മനസ്സിലാക്കണം എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ ക്ലാസ് 11-ന് ശേഷം അല്ലെങ്കിൽ ക്ലാസ് 12-ന് ശേഷം ഏത് കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴും നിങ്ങളുടെ വ്യക്തമായ കോൺസെപ്റ്റ് ക്ലാരിറ്റിയാണ് ചെക്ക് ചെയ്യുന്നത്. ബോർഡ് എക്സാമുകൾ മാത്രമല്ല, ഒരുപാട് എൻട്രൻസ് എക്സാമുകളും നമ്മുടെ ക്ലാസ് 12-ന് ശേഷം കാത്തിരിക്കുന്നുണ്ട്. ക്ലാസ് 12-ന് ശേഷം നിങ്ങൾ എഞ്ചിനീയറിംഗ്, മെഡിസിൻ പോലുള്ള മേഖലയിലേക്ക് പോവുകയാണെങ്കിലും ഏതെങ്കിലും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കോളേജുകൾ, ഡിഗ്രി കോഴ്സുകൾ പഠിക്കണമെങ്കിലും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? എൻട്രൻസ് എക്സാമുകൾ എഴുതണം. ക്യുവെറ്റ്, നീറ്റ്, JEE തുടങ്ങിയ ഒരുപാട് എക്സാമുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ക്ലാസ് 11-ലാണ് നമ്മൾ ഈ പഠനങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അത്രമേൽ ഇമ്പോർട്ടൻസ് കൊടുത്ത്, അത്രമേൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ഒരു ക്ലാസ് തന്നെയാണ് ക്ലാസ് 11-ഉം 12-ഉം. ഇത്രയും കാര്യങ്ങൾ എങ്ങനെ വ്യക്തമായി പഠിച്ചെടുക്കാം? അതിന് ഓരോ കോൺസെപ്റ്റുകളും വ്യക്തമായി മനസ്സിലാക്കണം. ഓരോ കോൺസെപ്റ്റും മനസ്സിലായെന്നറിയാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗ്ഗം ആ കോൺസെപ്റ്റിനുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുന്നതാണ്. പരമാവധി ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. ഈ കാര്യങ്ങളെല്ലാം തന്നെയാണ് നമ്മൾ സൈലത്തിൻ്റെ ക്ലാസ് 11 CBSE ഓൺലൈൻ ട്യൂഷൻ ബാച്ചായ അഗ്നി ബാച്ചിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അഗ്നി ബാച്ചിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ലൈവ് ക്ലാസ്സുകളുണ്ട്, ഡെയിലി ലൈവ് ക്ലാസ്സുകളുണ്ട്, റെക്കോർഡഡ് ക്ലാസ്സുകളുമുണ്ട്. ഇതിന് പുറമെ എക്സാമുകളാണ് അഗ്നി ബാച്ചിൻ്റെ മറ്റൊരു പ്രത്യേകത. ഓരോ ചാപ്റ്റർ കഴിഞ്ഞാലും എക്സാം ഉണ്ട്, മൊഡ്യൂൾ കഴിഞ്ഞാലും എക്സാം ഉണ്ട്. അഗ്നി ബാച്ചിൻ്റെ എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയ ഏറ്റവും നല്ല പ്രത്യേകത DPPs ആണ്. DPP എന്നാൽ ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലം. ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞതിന് ശേഷം ആ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ കോൺസെപ്റ്റുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഡെയിലി നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ലഭിക്കും. ഈ ക്വസ്റ്റ്യൻ രണ്ട് തരത്തിലാണ് നിങ്ങളെ സഹായിക്കുന്നത്. ഒന്ന്, കോൺസെപ്റ്റുകൾ വ്യക്തമായി മനസ്സിലാകുന്ന കാര്യം അടിപൊളിയായി സെറ്റാക്കാനും, രണ്ടാമത് എൻട്രൻസ് എക്സാമുകൾക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ. സോ ഇതുപോലെയുള്ള ഒരുപാട് അടിപൊളി ഫീച്ചേഴ്സാണ് അഗ്നി ബാച്ച് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇതിനോടകം ഒരുപാട് വിദ്യാർത്ഥികൾ അഗ്നി ബാച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ജോയിൻ ചെയ്യാനുള്ള സമയം ഒട്ടും വൈകിക്കേണ്ട, ഉടൻ തന്നെ ജോയിൻ ചെയ്തോളൂ. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് ക്ലാസ് 11-ൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ക്ലാസ് 11-ൽ മാത്രമല്ല, ക്ലാസ് 12-ലും നമുക്ക് അടിപൊളിയായി പഠിക്കണം. ഓരോ കോൺസെപ്റ്റും വ്യക്തമായി പഠിക്കണം. ഈ കാര്യം നിങ്ങളെ സഹായിക്കാൻ എൻറ്റയർ സൈലം ടീം നിങ്ങളുടെ കൂടെയുണ്ട്. നമുക്ക് ഒരുമിച്ച് പഠിച്ച് മുന്നേറാം. ഏറ്റവും മികച്ച മാർക്ക് തന്നെ ഈ വർഷങ്ങളിൽ നേടിയെടുക്കണം. ഓൾ ദി വെരി ബെസ്റ്റ് ഗൈസ്.